ഞാനൊരു പാസ്റ്ററുടെ മോളാ, IPCയിലെ പാസ്റ്ററുടെ മോളായിരുന്നു. എനിക്കിപ്പോൾ 37 വയസ്സുണ്ട്. 10 വയസ്സുള്ള പരീക്ഷിക്കപ്പെട്ടു, 11 വയസ്സുള്ളപ്പോൾ സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു. പാസ്റ്റർമാരുടെ മക്കളെക്കുറിച്ച് വിശ്വാസികൾക്കുള്ള എല്ലാ നല്ല അഭിപ്രായം എന്നെക്കുറിച്ചുണ്ടായിരുന്നു. നല്ല മോള്, നല്ല കൊച്ച്, വെള്ളം മാത്രമേ ഇടത്തുള്ളൂ, ചർച്ചയിൽ വരും, പാട്ടുപാടും, ബൈബിൾ വായിക്കും. പക്ഷെ 8 വർഷമായുള്ളൂ ഞാൻ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് കപടഭക്തി കണ്ടാൽ എനിക്കറിയാം. ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഇന്ന് ഈ ചർച്ച വന്നിരുന്നപ്പോൾ തൊട്ട് ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നെ ചലഞ്ച് ചെയ്തു. സാധാരണ പാസ്റ്റർമാർ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും, നല്ല മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ പ്രാർത്ഥിച്ച് കർത്താവേ, ഞാൻ ആദ്യമായിട്ട് പാസ്റ്ററെ പൊക്കി പറയുമല്ലോ കേട്ടോ, ഞാൻ പൊക്കി പറയുന്ന ആളെയല്ല, ഐ എം ബീങ് ട്രാൻസ്പെറൻറ്റ്. ഇന്ന് വരെ ഒരു ദൈവദാസന് മാനസാന്തരത്തിന് വേണ്ടി സഭയെ പ്രാർത്ഥിക്കാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ദൈവദാസൻ പ്രാർത്ഥിക്കുക, കർത്താവെ മാനസാന്തരപ്പെടണമെന്ന്. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇന്ന് സഭയിലാണ് മാനസാന്തരം പ്രസംഗിക്കേണ്ടത്, പുറത്തല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ദൈവം നല്ലൊരു അഭിഷേകദാസനെ തന്നേ. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. കാരണം നമ്മുടെ വിചാരം നമ്മുടെ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ടവരാന്നാ. അല്ല, ഞാനും അങ്ങനെ വിചാരിച്ചു പോയ ആളാ. 30-ാമത്തെ വയസ്സിൽ അറിഞ്ഞത്, അയ്യോ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. മനസ്സിലായോ? യേശു ശമര്യക്കാരി സ്ത്രീയെ തേടിപ്പോയ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയല്ലേ? ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ശമര്യക്കാരി സ്ത്രീയെ മാത്രം തേടി എന്തിനാ യേശു ശമര്യയിൽ പോയെന്ന്. കാരണം കർത്താവിനറിയാം അവളൊരു വലിയ മിഷണറി ആവുമെന്ന്. എന്താണെന്നറിയോ? ഈ ചിലരുടെ പ്രത്യേക 2 ടൈപ്പ് ഓഫ് വിശ്വാസികളുണ്ട്. ഒന്ന് പാപം വിളിച്ചു പറഞ്ഞാൽ റിബല്യസ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ചിലരുണ്ട് പാപം കേട്ട ഉടനെ, അയ്യോ കർത്താവ് അത് ഞാനാ കേട്ടോ, അയ്യോ ഞാൻ രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനകത്ത് എന്താ പറയുക, ബന്ധനത്തിലായിപ്പോയി, എനിക്കിതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന്. ഈ ശമര്യക്കാരി അങ്ങനെയായിരുന്നു. I love her because God chose a Samaritan woman to preach the gospel in the town of Samaria because God knows who she was, who she will be. So ആ ശമര്യക്കാരിയായിരുന്നു ഞാൻ. ശമര്യക്കാരി സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട് അല്ലേ? ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ 5 ഭർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവിന് എല്ലാവരുടെയും പേര്, ഹിസ്റ്ററി ഒക്കെ അറിയാം. ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴേ അവക്ക് മനസ്സിലായി, ദൈവമേ ഇതെല്ലാം അറിയാവുന്ന ആളാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന്. സോ അവൾ ആക്ടിങ് ഒന്നും ചെയ്തില്ല, അവൾ അഭിനയിച്ചൊന്നുമില്ല. അവൾ പറഞ്ഞു, സത്യ കർത്താവേ, ഞാൻ ഭാബിയ, എന്തുവാ ഞാൻ ചെയ്യണ്ട ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ? ഇനിയും പറയുന്ന വാക്ക് കട്ട് ചെയ്തൊന്നും എന്നെ എന്താ പറഞ്ഞേ എയറിലൊന്നും കയറ്റിയേക്കല്ലേ, ഉള്ള കാര്യം ഉള്ള പോലെ പറയാ. നമ്മളും ഈ ശമര്യക്കാരിയെ പോലെ നമുക്കും ഉണ്ട് 5 ഭർത്താക്കന്മാര്. എനിക്കുണ്ടായിരുന്നു കേട്ടോ, എനിക്കുണ്ടായിരുന്നു 5 ഭർത്താക്കന്മാര്. എന്തായിരുന്നറിയോ? എല്ലാവരും എന്നെ കണ്ണു മിഴിച്ചു നോക്കും. ദൈവമേ, പാസ്റ്റർ പറഞ്ഞു എനിക്ക് ഒറ്റ ഭർത്താവേ ഉള്ളൂ, പീറ്റേഴ്സൺ. അതല്ല ഞാൻ ചോദിച്ചേ, 5 ഭർത്താക്കന്മാരുണ്ട്. ഏതാണെന്നറിയാമോ? 1 പത്രോസ് 2:1-2. ആകയാൽ നിങ്ങളിലെ സകല, അറിയാമോ വാക്യം? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാം നുണ. എനിക്കുണ്ടായിരുന്നു until 30 years. പക്ഷെ ഇത് പാപമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വിചാരം 10 കൽപ്പന അനുസരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന. പക്ഷെ പിന്നെ ആ 30-ാമത്തെ വയസ്സിൽ അമേരിക്കയെ കൊണ്ടുവന്നിട്ട് എന്നെ ഒറ്റയ്ക്ക് ഒരു മുറിയിലിട്ട് പരിശുദ്ധാത്മ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ വെള്ളയിട്ട് നീ അകത്ത് വരുമ്പോഴും, കൈ കൊട്ടുമ്പോഴും, പാട്ട് പാടുമ്പോഴും, വചനം വായിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ 5 പാപം മറഞ്ഞു കിടപ്പുണ്ടെന്ന്. എന്തൊക്കെയാ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാം നുണ. മിക്കവാറും പ്രാർത്ഥന കഴിയുമ്പോൾ പാസ്റ്റർ എടുക്കുക ചോദിക്കും, നുണ പറയുന്നവളെയൊക്കെയാണോ ചർച്ചിൽ മെസ്സേജ് പറയാൻ കൊണ്ടുവന്നത്? അല്ലേ? കുഴപ്പമില്ല, സാരമില്ല, കർത്താവ് വിടുവിച്ചത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. മാനസാന്തരപ്പെടുത്തിയിട്ട വചനം കൈ തന്നിട്ട് പറഞ്ഞു ഇത് പോയി പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ വരുമ്പോൾ ജഡ്ജ്മെന്റ് സീറ്റ് നിങ്ങളൊക്കെ അറിയും, അയ്യോ ആ കൊച്ചു ഇങ്ങനത്തെ ആയിരുന്നെന്നല്ലേ. ഇനി എല്ലാം പൊളി, ഒരു കള്ളം എല്ലാം പൊളിയുന്ന ഒരു ദിവസമുണ്ട്. നമ്മളിവിടെ എത്ര അഭിനയിച്ചാലും, ഇല്ലേ? സത്യമല്ലേ? ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോ, ഇവിടെ എത്ര അഭിനയിച്ചാലും ഒരു ദിവസം വരുന്നുണ്ട്, ഇങ്ങനെ സ്ക്രീനെ കാണിക്കും നമ്മൾ എന്തായിരുന്നെന്ന്. അതുകൊണ്ട് ട്രൂ കൺഫെഷനാ, മാനസാന്തരപ്പെട്ടു. 2018 ജൂൺ മാസം തൊട്ട് ഒരു ക്ലാസ്സിലോട്ട് എന്നെ അങ്ങോട്ട് കയറ്റി. സർജറി എന്ന് പറയും. കർത്താവിന്റെ തിയേറ്ററിൽ കയറ്റിയിട്ട് കർത്താവ് ഹൃദയം തുറന്നിട്ട് പറഞ്ഞു, മോളെ നിനക്കറിയത്തില്ല ഇതൊക്കെ ഉണ്ടെന്ന്, പക്ഷെ നിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. സോ ഈ 10 കൽപ്പനയുടെ പ്രത്യേകത, വചനത്തിലേക്ക് ഞാൻ വരുമോ, പക്ഷെ ആദ്യം ഞാൻ ഇന്ന് കേട്ടപ്പോ എൻ്റെ ഉള്ളിൽ തിടക്കം ഈ വചനം പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ എല്ലായിടത്തും ഈ വചനം പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത് കേട്ടെന്നും ഇരിക്കും.
കാരണം ഞാനും ഇങ്ങനെയായിരുന്നു. പാസ്റ്ററുടെ മോളായതുകൊണ്ട് വചനമൊക്കെ പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്റർമാരെയൊക്കെ നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചിട്ട് അവർ വചനം പ്രസംഗിക്കും ഓർക്കും ഇവരതൊക്കെ പാലിക്കുന്നവരാണോ? നിങ്ങളാരും അങ്ങനെ അല്ലെന്ന് പറയില്ല. അയ്യോ, നമ്മൾ ആര് വചനം പ്രസംഗിച്ചാലും അവിടെ നിന്ന് ആദ്യം അവരെ ഒന്ന് സ്കാൻ ചെയ്യും. ഈ പറയുന്നവരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണോ, പിന്നെ അവർ വലിയ വിശുദ്ധരാണോ? ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ള. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായത് അവരെയൊക്കെ വലിയ ആളാ ഞാൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ. കർത്താവിന്റെ മുമ്പിൽ കർത്താവ് നമ്മളെ സ്കാനിങ് ടേബിളിലോട്ട് കേട്ടുമ്പോൾ അറിയാം ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന്. നമ്മൾ വിചാരിക്കുന്ന 10 കൽപ്പന വലിയ സംഭവമാണ്. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായേ, നിങ്ങൾക്കും അങ്ങനത്തെ ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. God have given 10 commandments and God told us to follow those things. But we have our own perspective about 10 commandments. We think we are following it. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും കൊലപാതകം ചെയ്തിട്ടില്ല എന്ന്? അല്ലേ? ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഞാൻ മലയാളം ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അമേരിക്ക വന്നപ്പം എനിക്ക് ചുമ്മാ തോന്നി, വായിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നാട്ടിൽ വെച്ച്, ബട്ട് ഒക്കേഷണലി. പക്ഷെ ഈ വചനം പഠിപ്പിക്കാൻ നേരത്തെ കർത്താവ് എന്നോട് പറയും 10 കൽപ്പന നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിലൊന്ന് പഠിക്കാം. പോയി ഇംഗ്ലീഷ് ബൈബിൾ എടുത്തുകൊണ്ട് വന്നപ്പം എന്നെ ഷോക്കാക്കിയ ഒരു കാര്യം, മാത്യു ചാപ്റ്റർ 6 ഈ ടൈറ്റിൽസ് വെച്ച NIV KJV കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഡു നോട്ട് മർഡർ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് കുറെ കാര്യം പറഞ്ഞിരിക്കും. അപ്പോഴെനിക്ക് മനസ്സിലായി, അതാണോ കൊലപാതകം? അയ്യോ കർത്താവ്, ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ ആരും കൊന്നിട്ടില്ല, കുഴപ്പമില്ല, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ പോകും. പക്ഷെ ഞാൻ പെട്ടെന്ന് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് കർത്താവിന് ഉറപ്പുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, മോളെ നീ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ടെന്ന്. എന്തോ കൊലപാതകം? വാട്ട് ഈസ് മർഡർ? According to the gospel or according to Jesus' heart, what is murder? കൂട്ടുകാരനെ നിസാരാന്ന് വിളിച്ചാൽ, if you hurt somebody with your words, you have killed someone. ഇന്ന് സഭയ്ക്കുള്ളിൽ ഒത്തിരി കൊലപാതകന്മാരുണ്ട്. എങ്ങനെയാന്ന് ഞാൻ പറയാം. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ മിനിസ്റ്റർ ചെയ്യുന്ന യൂത്തിന്റെ ഇടയ്ക്ക്. When I talk with the youths, you know what is the main thing they say? They don't want to come to church because the older people used to judge them. The young people doesn't want to come to church. Reason എന്താ? പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒരു കുഴപ്പമുണ്ട്. കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ഒന്ന് തോണ്ടിയിട്ട് പോകാൻ തോന്നും. ഞാൻ തുറന്നു പറയാം, ഐ ആം ബീൻ ട്രാൻസ്പെറന്റ്. ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. ഞാൻ ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോകും കേട്ടോ. പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവരെ വാക്കുകൊണ്ടങ്ങ് ഹേർട്ട് ചെയ്യും. എന്തുവാ വാക്കുകൊണ്ട് ഹേർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണോ ബന്ധുക്കോസാർ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെയൊന്നും സഭയ്ക്കുള്ളിൽ പറ്റത്തില്ല. അവരോട് സ്നേഹത്തിൽ പറയുന്നതിന് പകരം എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ വാക്കുകൊണ്ട് അവരെ വേദനിപ്പിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ സഭയിൽ നിന്ന് പിന്മാറിപ്പോയത് കാരണമായി തീർക്കുന്നുണ്ടെന്നറിയോ? പിന്മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വാക്കുകൊണ്ട് കൊല്ലുക, അവരുടെ ആത്മീയത കെടുത്തിക്കളയുക. വാക്കുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയോ? അവരുടെ ആത്മാവ്. അവർ പറയും എനിക്ക് കർത്താനെ വേണ്ട, ഞാൻ സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലീഷ് ചർച്ചിൽ പൊക്കോളാന്ന് പറയും. പക്ഷെ അവർക്ക് പിന്നെ ബിബിളിക്കൽ ടീച്ചിങ് കിട്ടുന്നില്ല പ്രോപ്പറായിട്ട്. ബിക്കോസ് ഞാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഐ നോ. പക്ഷെ നിങ്ങൾ കറക്റ്റ് ചെയ്തെന്നല്ല അതിന്റെ അർത്ഥം. യു ഹാവ് ടു കറക്റ്റ് ദം, ബട്ട് കറക്റ്റ് ദം ഇൻ ലവ്. മോളെ എന്തുവാ പ്രശ്നം? മോൾ അങ്ങനെ ചെയ്യാൻ എന്താ കാരണം? ആന്റിയോട് പറ, അങ്കിളിനോട് പറ. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? ഒന്ന് നിങ്ങൾ അവരോട് 10 മിനിറ്റ് സംസാരിച്ചു നോക്കി, അവർ നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവും. എന്നോട് പല യൂത്തും പറയുന്ന കാര്യം, ആന്റി ഐ നീഡ് ഹെൽപ്പ്. ഞാനൊരു സ്ട്രഗിളില്ല, ഞാനൊരു സിന്നിനകത്ത് പെട്ടുപോയേക്കുക. But the problem is like I cannot go to my pastor auntie or the older people in the church because I'm scared they will judge us. അയ്യോ ഇത്രയും വലിയ പാപം ചെയ്തിട്ടാണോ നീ വന്നിരിക്കുന്നേ? അയ്യോ ഞങ്ങളൊന്നും അങ്ങനെ. ഫോൺ അഡിക്ഷൻ. ഇപ്പൊ നമ്മൾ പറയും പിള്ളേർ അവരെപ്പോഴും ഫോണിനകത്താ. അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നിങ്ങളും ഫോണിനകത്താ. നമ്മൾ അവരെ എങ്ങോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യണം, നമ്മൾ ഇതിനൊക്കെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ വേറെ രീതിയിലാന്നേ ഉള്ളൂ, വേറെ ഫോമിലാന്നേ ഉള്ളൂ. ഞാനും ഇങ്ങനെയായിരുന്നു. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞ് ഐ എം ഫോളോയിങ് എവറിത്തിങ് റൈറ്റ്. കർത്താവ് പറഞ്ഞില്ല മോളെ, ഒന്നാമത്തെ കൽപ്പന തൊട്ട് അങ്ങോട്ട് പഠിപ്പിച്ചപ്പോഴറിയുന്നത് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. അതിനകത്ത് പറഞ്ഞ കൊല ചെയ്തിട്ടില്ലെന്ന്. ഞാൻ പിന്നെ മനസ്സിലായി, ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട് എന്റെ വാക്കുകൊണ്ട്. വാക്ക് വാളാ, കൊല്ലാൻ പറ്റും. ചിന്തിക്കണം, അപ്പൊ എത്ര പേരെ കൊന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നെന്ന്. നമ്മളവർക്ക് നമ്മുടെ വാക്കുകൊണ്ട് ആരും മുറിപ്പെടുന്നില്ലെന്ന്. മുറിപ്പെടുന്നുണ്ട്. വീടിനകത്ത് മുറിപ്പെടുന്നുണ്ട്, ജോലിയിൽ മുറിപ്പെടുന്നുണ്ട്, സഭയ്ക്കുള്ളിൽ മുറിപ്പെടുന്നുണ്ട്. ആൻഡ് വി ടേക്ക് ഇറ്റ് സോ ലൈറ്റ്. നമ്മൾ പറഞ്ഞു ഞാൻ ദൈവമായിട്ട് തീർത്തോളാമെന്ന്. ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന, എന്റെ ഹൃദയം ദൈവത്തിന് അറിയാം. കർത്താവ് പറഞ്ഞു എനിക്ക് ശരിക്കും അറിയാം, അതുകൊണ്ട് പഠിപ്പിച്ചു തരാമെന്ന്. എല്ലാ ദുഷ്ടതയും
ആദ്യത്തെ വാക്ക് ദുഷ്ടത, ചതിവ്. നമ്മൾ ചതിക്കാറുണ്ടോ ആരെങ്കിലും? നമ്മൾ എന്തിനാ ചതി എന്ന് പറഞ്ഞത്? നിങ്ങൾ ആരെയാ ചതിയെന്ന് ആരെയാ വിളിക്കുന്നത്? ആരെയാ ചതിയെന്ന് വിളിക്കുന്നത്? വാക്ക് പറഞ്ഞിട്ട് പറ അങ്ങളെ, ധൈര്യമായിട്ട് പറ. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവരെ ചതി. ഞാനപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞു, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ദൈവമേ. അപ്പൊ പരിശുദ്ധാത്മാ സ്നേഹത്തിൽ പറഞ്ഞു, യെസ്, നീ നോക്കുമ്പോ നീ ആരെയും ചതിച്ചിട്ടില്ല, പക്ഷെ നീ ചതിച്ചത് എന്നെയാ. കർത്താവിനെ ചതിക്കുന്നവനെ കർത്താവ് വിളിക്കുന്ന ചതിയെന്ന. എങ്ങനെ കർത്താവിനെ ചതിച്ചേ? കർത്താവേ, മോളെ നീ ഓർക്കുന്നുണ്ടോ, നീ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പം ദൈവദാസൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ആരെങ്കിലും കേൾക്കാറുണ്ടോ? കാരണം വെള്ളം തൂക്കുന്ന ധൃതിയിൽ ഇത് പകുതി പേര് കേൾക്കാറില്ല. ഞാൻ എല്ലാ പാസ്റ്റർമാരോടും പറയുന്നൊരു കാര്യം, സ്നാനപ്പെടുത്തിയ 2 മിനിറ്റ് അവിടെ നിർത്തി അത് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് കയറ്റി വിടണമെന്ന്. എന്താ വാക്ക് പറഞ്ഞെന്നറിയാവോ? മരണപര്യന്തം വിശ്വസ്തയായിരിക്കും, എന്നാ ജീവകിരീടം. ഈ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്തുവാ? വാക്ക് പാലിക്കുന്നതാ. എന്നോട് കർത്താവ് ചോദിച്ചു, ആർ യു ഫെയ്ത്ത്ഫുൾ ടു മീ? പ്രാർത്ഥനയിൽ വിശ്വസ്തയാണോ? വചനധ്യാനത്തിൽ വിശ്വസ്തയാണോ? കൽപ്പന അനുസരിക്കുന്ന വിശ്വസ്തയാണോ? ഞാൻ പറഞ്ഞു അല്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, തോന്നുമ്പോൾ ബൈബിൾ വായിക്കും. When everything is going smooth, I don't want to read the Bible. I don't want God. അല്ലേ? When everything is going good, ജോളിയല്ലേ, എല്ലാം ഉണ്ട്. Why should I need God? When trouble comes, I'll run to His presence. God, I need your help. God, ദൈവം എന്നോട് പറഞ്ഞു, you are not faithful. അപ്പൊ ഞാൻ ആരെയാ ചതിച്ചത്? അപ്പൊ എത്ര ചതിയന്മാർ ഇതിനകത്തിരിപ്പുണ്ട്? പ്രാർത്ഥനയിൽ വാക്ക് പാലിക്കാറുണ്ടോ? ജോലി കിട്ടുന്നതിന് മുമ്പൊക്കെ എത്ര വാക്ക് കർത്താവിന് കൊടുത്ത്, കർത്താവേ UK വിസ തന്ന് UK ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ പൊക്കോളാം. ആദ്യം കിട്ടുന്ന സാലറി മൊത്തം, ദൈവമേ പാസ്റ്റർ എല്ലാവരും എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നു കേട്ടോ, കർത്താവേ എനിക്ക് പ്രസംഗിക്കാനുള്ള കൃപ തരണേ. ഓക്കെ, ആദ്യത്തെ സാലറി ആർക്ക് കൊടുത്തോളാം? ഉറക്കെ പറ. എല്ലാരും പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലരൊക്കെ ഇന്നത്തെ നേർന്നവരുണ്ടെന്ന്. ആദ്യത്തെ സാലറി മൊത്തം കർത്താവിന്റെ വേലയ്ക്കാ. ഇവിടെ വന്ന് ആദ്യത്തെ സാലറി ആദ്യമായിട്ട് കൈ കിട്ടിയപ്പോ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ. എന്റെ കർത്താവ്, 3 കർത്താവിന് കൊടുക്കണോ? 10ൽ 1 പറഞ്ഞേ, അത് മതി കർത്താവ്, ഈ പ്രാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും, അടുത്ത മാസം മൊത്തം തന്നേക്കാം. അടുത്ത മാസം നോക്കിയപ്പം ഒരു കാറൊക്കെ കണ്ടു വെച്ചേക്കുക, ഒരു വീടിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അപ്പൊ കർത്താവ് അടുത്ത മാസം. അങ്ങനെ ഇപ്പൊ കുറെ മാസവും കഴിഞ്ഞു, വർഷവും കഴിഞ്ഞു. പേര് ചതിയെന്നാ കേട്ടോ. എല്ലാ ചതിയന്മാരും മാനസാന്തരപ്പെട്ടോണം. ചതിയന്മാരെന്ന് പറയുമ്പം നമ്മളും ഉണ്ടേ. അതിന് മലയാളത്തിൽ ചതിച്ചിന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും എല്ലാവരും മാനസാന്തരപ്പെട്ടോണം. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കതറിയാം. ഓക്കെ, വാക്ക് തന്നിട്ട് പാലിക്കാത്തവരെ ചതിയെന്ന് വിളിക്കുന്നേ.